നമുക്കിന്ന് ഒരു നാടൻ സ്റ്റൈലിൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. അതായത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈൽ ബീഫ് ഫ്രൈ. ആദ്യമായിട്ട് ഞാൻ കുറച്ച് ബീഫ് വാങ്ങിച്ചു. 1 കിലോ ബീഫുണ്ട്. അത് കുറച്ച് വലിയ പീസസ് ആണ്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കണം. ആദ്യം പീസെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം കുക്കറിൽ ബീഫ് എടുത്തിട്ട് അതിലൊരു 3/4 സ്പൂൺ ഉപ്പ്, 3/4 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ മസാല, 3/4 സ്പൂൺ മല്ലിപ്പൊടി. ഇത്ര ഇട്ടതിന് ശേഷം ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടെ വേണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ കൊടുക്കണം. ബീഫിൽ നിന്ന് എന്തായാലും വെള്ളം നന്നായിട്ട് ഊറി ഇറങ്ങും, എന്നാലും ഒരു 1/2 ഗ്ലാസ് കൊടുക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് കുക്കറിൽ തന്നെ വെച്ചേക്കണം. അപ്പോഴത്തേക്കും അത് നന്നായിട്ട് ഈ മസാലയും ഉപ്പും എല്ലാം പിടിച്ച് നല്ല സെറ്റാവും. ഇനി നമുക്ക് കുറച്ച് തേങ്ങാ പീസസ്, ഇഞ്ചി, 1-2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 വലിയ വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് ഉള്ളി, അത് 2 പീസായിട്ട് അരിഞ്ഞു വെച്ചത്. ഇത്രയും ആക്കിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഒരു 5-6 വിസിൽ അടുപ്പിക്കുക. ഞാനിവിടെ 6 വിസിലടുപ്പിച്ചു. ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ പീസസ് ഇട്ട് കുറച്ചൊന്ന് വഴറ്റുക. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി, പച്ചമുളക് അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കി അതും ഒന്ന് മൂത്തൊരു കളറ് ചേഞ്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് ബീഫ് എടുക്കാം. കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ബീഫ് വെന്തോ എന്ന് നോക്കട്ടെ. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച ബീഫ് പാനിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കുക. അതിലേക്കൊരു പകുതി പീസ് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കായം ഇടുക. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇത് ഈ ഒരു തിക്ക് ഗ്രേവി പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഇനി കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ നേരം വഴറ്റി കൊടുക്കുക. ഇനി ഈ ബീഫ് നമുക്ക് ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. ഞാനിവിടെ പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് തട്ടുകട സ്റ്റൈലിൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. അടുത്ത പുതിയൊരു ഐറ്റമായിട്ട് ഉടനെ വരാം.